അനന്തരം വരെയും എത്ര നമ്മൾ പള്ളിയിൽ പോയെന്ന് പറഞ്ഞാലും ആരാധിക്കാൻ പോയാലും അവിടുത്തെ എല്ലാ പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞാലും യേശുവിനെ യഥാർത്ഥമായി ആ വെളിപ്പാടിൽ കൂടെ മനസ്സിലാക്കാത്തടത്തോളം കാലം അവന്റെ ജീവിതത്തിൽ ദൈവസ്നേഹത്തിൽ നിറയുവാൻ കഴിയത്തില്ല. അവൻ പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ അവൻ പുറകോട്ട് പിന്മാറി പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ യേശു ആരെന്നുള്ള വെളിപ്പാട് അവന്റെ ജീവിതത്തിൽ പ്രാപിച്ചിരിക്കണം. പൗലോസ് ഒരിക്കലും ഇങ്ങനെ പറയുണ്ടായി, ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഇങ്ങനെ എഴുതുകയാണ്, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ കാക്കുവാൻ അവൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ആ വെളിപ്പാട് പൗലോസിന്റെ ജീവിതത്തിൽ പ്രാപിച്ചിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യേശുവും ശിഷ്യന്മാരും കൂടെ മുന്നോട്ട് യാത്ര ചെയ്ത് പോകുമ്പോൾ ഫിലിപ്പിയിലെ കൈസറിൽ എത്തുന്നതാകുന്ന ഒരു സമയം വരുന്നു. ഫിലിപ്പിയിലെ കൈസറില് അവൻ അമ്പലങ്ങളെ കൊണ്ട് നിറഞ്ഞു കിടക്കുന്നതായ വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കൈസറിന്റെ വലിയ ക്ഷേത്രങ്ങളൊക്കെയും അതിനകത്ത് ഉണ്ട്. അവരുടെ വലിയ വിഗ്രഹങ്ങളും മറ്റ് സ്ഥാപിച്ചിരിക്കുന്നതാകുന്ന ഒരു പ്രത്യേകമാകുന്ന ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? അപ്പോൾ അവർ പറയുകയാണ്, അവൻ ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റുള്ളവർ ഏലിയാവെന്നും വേറെ ചില യിരെമ്യാ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു ചോദിക്കാം, നിങ്ങൾ ജനങ്ങൾ എന്തും പറയട്ടെ, ജനങ്ങൾ പറയുന്നതിനേക്കാൾ ശ്രേഷ്ഠമായത് നിങ്ങൾ എന്താണ് പറയുന്നത്? ജനങ്ങൾ പറയുന്നു ഏലിയാവെന്നോ അവൻ യിരെമ്യാവെന്നോ പ്രവാചക ശിഷ്യന്മാർ ഒരുത്തനോ എന്നൊക്കെയും പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് എന്നെ കുറിച്ച് മനസ്സിലായിരിക്കുന്നത്? നിങ്ങൾ എൻ്റെ കൂടെ നടക്കുന്നവരാണ്, നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തതാണ്, എന്നാൽ നിങ്ങൾക്ക് എന്താണ് എന്നെ കുറിച്ച് മനസ്സിലായിട്ടുള്ളത് ചോദിക്കുമ്പോൾ പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് യേശുവിനോട് പറയുകയാണ്. അപ്പോൾ പത്രോസിന് ലഭിച്ച ഈ വെളിപ്പാടിനെ കുറിച്ച് യേശു പറയുകയാണ്, ബറിയോനാ ശിമോനേ, നീ നിനക്ക് സ്വർഗസ്ഥനാകുന്ന എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആരെന്നുള്ള വെളിപ്പാട് നിനക്ക് ലഭിച്ചത് വേറെ എങ്ങൊന്നും അല്ല, പിന്നെയോ സ്വർഗസ്ഥനാകുന്ന എന്റെ പിതാവിൽ നിന്ന് നിനക്ക് ഈ വെളിപ്പാട് ലഭിപ്പാൻ കാരണമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മനസ്സിലായേ, ആമേൻ, അവന്റെ കണ്ണ് ദൈവം തുറന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ കർത്താവ് നമ്മുടെ കണ്ണ് തുറക്കാത്തിടത്തോളം കാലം നമുക്ക് യേശുവിനെ തിരിച്ചറിയുവാൻ കഴിയില്ല. യേശുവിനോട് കൂടെ ചുറ്റിപ്പറ്റി നടന്ന അനേകര്, അവനോട് സൗഖ്യം പ്രാപിച്ചവരുണ്ട്, അവനിൽ നിന്ന് ആഹാരം കഴിച്ചവരുണ്ട്. എല്ലാവർക്കും യേശുവിനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ഇന്നും അനേകര് യേശുവിൽ നിന്ന് പലതും പ്രാപിക്കുന്നുണ്ടെങ്കിലും യേശു ആരാണെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല എന്നൊരു പരമസത്യമുണ്ട്. ദൈവജനമേ, നാം വാസ്തവമായി അറിഞ്ഞിരിക്കണം. നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവ്, അല്ലെങ്കിൽ നാം പിൻപറ്റുന്ന കർത്താവ്, നാം ആരാധിക്കുന്ന കർത്താവ് എങ്ങനെയുള്ളവനെന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അവൻ നമുക്കാരാണ്? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ യേശുമായി നമ്മുടെ റിലേഷൻഷിപ്പ് എന്താണ്? അല്ലെങ്കിൽ യേശു നമ്മുടെ ജീവിതത്തിൽ എന്താണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്? യേശു നമുക്ക് ആര് എന്നുള്ളതാകുന്ന വെളിപ്പാട് നമുക്ക് മനസ്സിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തു എന്നുള്ള വെളിപ്പാട് പ്രാപിച്ച പത്രോസിനോട് അവൻ ശുശ്രൂഷയുടെ അധികാരം കൊടുക്കുകയാണ്. ഈ വെളിപ്പാട് പ്രാപിക്കുന്നവർക്കാണ് ദൈവം ശുശ്രൂഷയും ഏൽപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മീയ ശുശ്രൂഷകൾ പ്രാപിക്കണമെങ്കിൽ അവൻ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ചിരിക്കണം. ശുശ്രൂഷകൾ പലരും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം അവർക്ക് നിസ്സാരമായി തോന്നും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവിക കാര്യങ്ങളായിരിക്കും അവൻ ലോകത്തെക്കാൾ വലുത് അവരുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അവൻ ആ വെളിപ്പാട് പ്രാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവനോട് പറയാം, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിന്റെ കയ്യിൽ തരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? സ്വർഗരാജ്യത്തിന്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ നീ ഹല്ലേലൂയ ഒരു വ്യക്തിയെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവന്ന് സ്വർഗരാജ്യത്തിൽ അവന്റെ ആത്മാവിൽ ഹല്ലേലൂയ പ്രവേശിക്കുവാനുള്ള അധികാരം, അല്ലെങ്കിൽ ഒരുവരെ മാനസാന്തരത്തിലേക്ക് നടത്തുവാനുള്ള അധികാരം
ദൈവജനത്തിന്, ദൈവിക വെളിപ്പാട് പ്രാപിച്ച ദൈവജനത്തിന് അല്ലെങ്കിൽ ദൈവദാസന്മാർക്ക് ദൈവം നൽകുന്ന അധികാരമാണ്. പ്രൈസ് ദി ലോർഡ്. അത് പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ ഇന്ന് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അത്രമാത്രമല്ല, ഈ വെളിപ്പാട് പ്രാപിച്ചവനെ വീണ്ടും അവനെയും കൂട്ടിയാണ് ആ വിശുദ്ധ പർവ്വതത്തിലേക്ക് കർത്താവ് കടന്നു പോകുന്നത്. 17-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ യേശു മറുവ മലയിലേക്ക് കയറി പോകുമ്പോൾ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്ന 3 ശിഷ്യന്മാരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശു അവരുമായി കടന്നു പോകുന്നതായി മറ്റുള്ളവരെ ഒരു സ്ഥലത്തിരുത്തിയതിനു ശേഷം ഈ 3 ശിഷ്യന്മാരെ മാത്രം കൂട്ടി ആ വിശുദ്ധ പർവ്വതത്തിലേക്ക് യേശു കടന്നുപോയി. കാരണം ആ യേശുവിനെ കുറിച്ചുള്ള വീണ്ടും യഥാർത്ഥമാകുന്ന പിന്നെയും ചില കാര്യങ്ങൾ കൂടെ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് വീണ്ടും അവർക്ക് ലഭിക്കേണ്ടതിനായി കർത്താവ് ആഗ്രഹിച്ചവരുടെ കണ്ണുകൊണ്ട് കാണുവാൻ ആഗ്രഹിച്ച് അവരെയും കൂട്ടിയാണ് യേശു ആ പർവ്വതത്തിലേക്ക് പോകുന്നത്. അവിടെ ചെന്നപ്പോഴാണ് അവന്റെ മുഖരൂപം മാറുന്നത്. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുന്നു, വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായിത്തീരുന്നു. അത് മാത്രമല്ല, മോശയും ഏലിയാവും അവനോട് സംസാരിക്കുന്നു. ഈ വലിയ ദർശനം, ഈ വലിയ കാഴ്ച കാണുമാറാക്കിയത് ഈ കർത്താവിനെ, യേശു കർത്താവ് ദൈവപുത്രൻ എന്ന യഥാർത്ഥമായി വെളിപ്പാട് പ്രാപിച്ചു